ദക്ഷിണ കേരള ലജനത്തുൽ മുവല്ലിമീൻ അടിമാലി മേഖലയും മഹല്ല കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മീലാദ് റസൂൽ സംഗമം ഇടുക്കി അടിമാലിയിൽ നടന്നു. പരിപാടിയുടെ ഭാഗമായി പലസ്തീൻ ഐക്യദാർഢ്യ മീലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും ഒരുക്കി. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് ദക്ഷിണ കേരള ലജനത്തുൽ മുഅല്ലമീൻ അടിമാലി മേഖലയും മഹൽ കോർഡിനേഷനും സംയുക്തമായി നടത്തുന്ന മിലാദ് റസൂൽ സംഗമം നടന്നത്. പോയ വർഷങ്ങളിലും മിലാദ് റസൂൽ സംഗമം നടന്നിരുന്നു. പരിപാടിയുടെ ഭാഗമായി ഫലസ്തീൻ ഐക്യദാർഢ്യ മിലാദ് സന്ദേശ റാലിയും മാനവ സൗഹാർദ്ദ സമ്മേളനവും നടന്നു. പതാക ഉയർത്തലോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു. DKLM അടിമാലി മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഫ്താഹി പതാക ഉയർത്തി. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KH അലി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. അഡ്വക്കേറ്റ് DM കുര്യാക്കോസ് MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് A രാജ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാതെ ഒരു പാവവും ചെയ്യാത്ത ആളുകൾ കൊന്നെടുക്കപ്പെടുന്ന ഒരു സ്ഥലമായി ഇവിടെ പാലസ്തീൻ മാറുകയാണ്. പാലസ്തീനിലുള്ള ജനതയ്ക്ക്, പൊരുതുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മിലാദ് റസൂൽ സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ബഷീർ പഴമ്പള്ളിത്താഴം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫാദർ ജോബിൻ മർക്കോസ് മൈലത്തോട്ടത്തിൽ, ശിവഗിരി മഠം വേദതീർത്ഥ സ്വാമികൾ എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി. DKLM അടിമാലി മേഖലാ ചെയർമാൻ ഹാഫിസ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷദി ആമുഖ പ്രഭാഷണം നടത്തി. പൊതുസമ്മേളനത്തിനു ശേഷം മിലാദ് റസൂൽ സംഗമം നടന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എറണാകുളം ജില്ലാ സെക്രട്ടറി അൽ ഉസ്താദ് മുഹമ്മദ് തൗഫീഖ് ബദ്രി മിലാദ് റസൂൽ പ്രഭാഷണം നടത്തി. വിവിധ മസ്ജിദുകളുടെ ഇമാമുമാർ, കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.